49 സീറ്റുകളിൽ ഇപ്പോഴും BJP ലീഡ്. 35 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് ആണ്. മറ്റുള്ളവർ 4 സീറ്റുകളിൽ INLD+2 എന്നുള്ളതാണ്. അതിൽ ഒരു സീറ്റിൽ INLDയും ഒരു സീറ്റിൽ BSPയുമാണ് ലീഡ് ചെയ്യുന്നത്. അതേസമയം JJPയും ആം ആദ്മി പാർട്ടിയും ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യുന്നില്ല. ഹരിയാനയിൽ ഇപ്പോഴും 49, അതായത് 45-നും 50-നും ഇടയ്ക്ക് സീറ്റ് നില നിലനിർത്തിക്കൊണ്ടു പോകുവാനായിട്ട്, ലീഡ് നില നിലനിർത്തിക്കൊണ്ടു പോകുവാനായിട്ട് BJPക്ക് ഹരിയാനയിൽ കഴിയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് 40-ന് മുകളിലേക്ക് വരുവാൻ ഇപ്പോൾ കഴിയുന്നില്ല. ജമ്മു കാശ്മീരിൽ 49 കോൺഗ്രസ് NC സഖ്യത്തിന്റെ ഇപ്പോഴത്തെ ലീഡ് നില. 27 BJPയും. ഇത് ഹരിയാനയിലാണ് ഇപ്പോൾ കണ്ടത്. CPM ജമ്മു കാശ്മീരിൽ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിയാനയിലും ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസ് സഖ്യത്തോടൊപ്പമാണ്, ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് CPM മത്സരിക്കുന്നത്. ഹരിയാനയിലേക്ക് വരാം. 49 BJP, 35 കോൺഗ്രസ്, 4 മറ്റുള്ളവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ആ 4 പേരും 2 INLD+, INLD 1, BSP 1, 50ലേക്ക് കയറിയിരിക്കുകയാണ് BJP. മാജിക് പോളിൽ എന്താണ് പറയുന്നത് അഭിലാഷ്? തീർച്ചയായും ഇതാ ഹരിയാന വീണ്ടും, ഹരിയാനയിൽ വലിയ മുന്നേറ്റം തന്നെയാണ് BJPക്ക് ഇപ്പോഴും നേടാൻ സാധിക്കുന്നത്. 10 സീറ്റുകൾ അധികമായി നേടിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ലീഡ് ചെയ്യുന്നു. BJP വീണ്ടും 50, കോൺഗ്രസ് 34. വലിയ അന്തരം, 16 സീറ്റുകളുടെ അന്തരം ആണ് ഇപ്പോൾ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് BJP കേന്ദ്രങ്ങൾക്ക് ആത്മപ്രതീക്ഷ നൽകുന്നത്. അതേസമയം കോൺഗ്രസിനെ നിരാശയിലേക്ക് ആഴ്ത്തുന്നത്. INLDയിൽ ഇപ്പോഴും മാറ്റമില്ല. BSPക്ക് ഒരു സീറ്റ്, INLDക്ക് 1. അത് അർജുൻ ചൗട്ടാല തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അർജുൻ ചൗട്ടാല മാത്രമാണ്, റാനിയ മണ്ഡലത്തിൽ നിന്ന് അർജുൻ ചൗട്ടാല മാത്രമാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഇതാ BJP 51ലേക്ക്, BJPയുടെ ലീഡ് നില 51 മണ്ഡലങ്ങളിലേക്ക് ഉയർന്നിരിക്കുന്നു. 11 സീറ്റുകൾ അധികമായി മുന്നേറ്റം നടത്തുന്നു. കോൺഗ്രസിന് കാര്യമായി പുരോഗതിയില്ല. 31 നിന്ന് 33 എന്നതിലേക്ക് വീണ്ടും കോൺഗ്രസിന്റെ ടാലി താഴുമ്പോഴാണ് BJPയുടെ ടാലി ഉയരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അങ്ങനെയെങ്കിൽ മഞ്ജുഷ്, ഇപ്പോൾ വോട്ടെണ്ണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ BJPയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നുള്ള ഫലമാണ് നമുക്ക് മാജിക് ബോളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ടാലി ഇത്രമേൽ മാറിമറിയുന്നത്. 51 സീറ്റുകളിൽ ഇപ്പോൾ BJP മുന്നേറുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 11 സീറ്റുകൾ, ഏതാണ്ട് 18 സീറ്റിന്റെ അന്തരം ആണ് ഉണ്ടാകുന്നത്. അതായത് കോൺഗ്രസിനേക്കാൾ 18 സീറ്റുകൾ അധികമായി നേടാൻ ഈ ഘട്ടത്തിൽ BJPക്ക് സാധിക്കുന്നു. ഇത് ഞെട്ടിക്കുന്ന മുന്നേറ്റം തന്നെയാണ്, അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റം തന്നെയാണ്, കോൺഗ്രസ് കേന്ദ്രങ്ങളെ അമ്പരപ്പെടുത്തുന്ന മുന്നേറ്റം തന്നെയാണ്. ഒരു സംശയവുമില്ല, ഇത്രമേൽ വലിയൊരു അന്തരം കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു പക്ഷേ തോൽവി പിണഞ്ഞാൽ പോലും അത് 1-2 സീറ്റുകൾ, അങ്ങനെ ഒരു തോൽവിയെക്കുറിച്ച് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടാകില്ല. BJP കേന്ദ്രങ്ങളിൽ നിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതാണ് എന്തുകൊണ്ട് ഹരിയാനയിൽ കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങൾ BJP നടത്തുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷെ മഞ്ജുഷ്, ഇത് രാജ്യതലസ്ഥാനമായ ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. 1-2 മിനിറ്റുകൾ കൊണ്ട് തന്നെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ ശേഷിയുള്ള നേതാക്കൾ, BJPയുടെ നേതാക്കൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടാകും. ഒരു ടെലിഫോൺ കോളിലൂടെ സർക്കാർ രൂപീകരിക്കാൻ ശേഷിയുള്ള സംവിധാനം ഇപ്പോൾ BJPക്കുണ്ട്. ആ സംവിധാനങ്ങളെ അവർ പ്രയോജനപ്പെടുത്തുമോ എന്നതാണ് ഇനിയുള്ള ഏറ്റവും വലിയ ലീഡിലേക്ക് പോവുകയാണ് ഹരിയാനയിൽ BJP. 51 സീറ്റുകളിൽ ലീഡ്. ഗുരുഗ്രാമിൽ എല്ലാ സീറ്റുകളിലും BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കോൺഗ്രസ് 33 സീറ്റുകളിൽ മാത്രമായിട്ട് ഹരിയാനയിൽ ചുരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം മെച്ചമാണ് എന്ന് പറയാം. എങ്കിൽ പോലും BJPയുടെ ഈ വലിയ മുന്നേറ്റത്തിൽ കോൺഗ്രസിന്റെ ഈ ചെറിയ മുന്നേറ്റം ഒന്നുമല്ല. 4 സീറ്റുകളിൽ ഇപ്പോഴും സ്വതന്ത്രം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 2 സീറ്റുകളിൽ INLD+ BSP എന്നുള്ളതാണ് കണക്ക്. JJPയും ആം ആദ്മി പാർട്ടിയും ഒരിടത്തും ഒരു ചിത്രത്തിൽ പോലും ഇല്ല എന്നുള്ള പ്രത്യേകതയും ഹരിയാനയിലുണ്ട്. അത് പ്രതീക്ഷിച്ച കാര്യവും ആണ്. പക്ഷേ BJPയുടെ ഈ മുന്നേറ്റം എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും മറികടക്കുന്ന രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള പ്രചാരണങ്ങൾക്ക് പോലും അവിടെ ഒരു സാധ്യതയും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഹരിയാനയിൽ BJPയുടെ മുന്നേറ്റം. 51 സീറ്റുകളിലേക്ക് ലീഡ് വരികയാണ്. ഇനി ഏതാ